ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. 2001 പുറത്തിറങ്ങിയ ഐ ആം സാം എന്ന് പറയുന്ന മൂവിയിൽ സാം എന്ന് പറയുന്ന ഒരച്ഛന് ഒരു കുഞ്ഞുണ്ടായി. ലൂസി എന്നാണ് പേര്. എന്നാൽ സാമിന് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒരു ഡിസോർഡർ ഉണ്ടായിരുന്നു. അതുമൂലം പ്രഗ്നൻസി കഴിഞ്ഞ് ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ പ്രസവിച്ചു കഴിഞ്ഞ് സാമിൻ്റെ ഭാര്യ സാമിനെ വിട്ടുപോവുകയാണ്, സാമിനോട് പോലും പറയാതെ. പക്ഷെ സാമിന് അഗാധമായ സ്നേഹമായിരുന്നു തൻ്റെ കുടുംബത്തോട്. തൻ്റെ കുറവുകളൊന്നും നോക്കാതെ സാം തൻ്റെ മകളെ ലൂസിയെ എത്രത്തോളം സ്നേഹം കൊടുത്ത്, സ്നേഹത്തിലൊരു കുറവ് പോലും കൊടുക്കാതെ സാം ഏറ്റവും മനോഹരമായി തൻ്റെ മകളെ നോക്കുമായിരുന്നു. എന്നാൽ ഒരിക്കൽ സാമിൻ്റെ ഈ ഒരു ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയെ ഈ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ കോടതി സാമിനെ ചോദ്യം ചെയ്തു. തനിക്ക് ഈ കുഞ്ഞിനെ നോക്കുവാനായിട്ടുള്ള യാതൊരു കഴിവുകളുമില്ല, മുന്നോട്ട് പോകുമ്പോൾ അപകടങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ സാം അത് ഒരു വലിയൊരു ലോയറിനെ കണ്ടിട്ട് അത് തെളിയിക്കുകയാണ്. അതായത് ഡിസോർഡറിനെക്കാട്ടിലും തനിക്കുള്ള കുറവിനെക്കാട്ടിലും വലുതാണ് സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് സ്നേഹമുള്ളത് കൊണ്ട് അത് എല്ലാ കാര്യങ്ങളെയും മൂടി വെക്കുകയാണ്. ആ സ്നേഹം കൊണ്ട് എല്ലാത്തിനെയും തോൽപ്പിക്കുകയാണ് സാം. വിശുദ്ധ 1 യോഹന്നാന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്: സ്നേഹത്തിൽ എനിക്ക് ഭയമില്ല, എന്നാലോ പൂർണ്ണമായ സ്നേഹം ഭയത്തെ പുറന്തള്ളുന്നു. കർത്താവായ യേശുതമ്പുരാൻ നമ്മെ സ്നേഹിച്ചതുകൊണ്ട് കർത്താവിന് സഹനമേൽക്കുവാനോ പീഡയേൽക്കാനോ ഭയമില്ലായിരുന്നു. കാരണം നാനും നിങ്ങളും എല്ലാം ആത്മാർത്ഥപരമായി സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അതിൽ ഭയമില്ല, അതിൽ താല്പര്യമില്ലായ്മയില്ല, ഒന്നുമില്ല. പലപ്പോഴും നമുക്ക് സ്നേഹത്തിൻ്റെ കുറവുകൾ കൊണ്ടാണ് പലപ്പോഴും നമുക്ക് മടിയുണ്ടാവുന്നത്, താല്പര്യക്കുറവുകൾ ഉണ്ടാവുന്നത്, നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കാത്തത്, നല്ലൊരു ബന്ധത്വം നിലനിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കാത്തത്. നമ്മുടെ സ്നേഹം ആത്മാർത്ഥമെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാത്തിനെയും മാറ്റിവെച്ച് വളരെ ആത്മാർത്ഥതയോടുകൂടി നമുക്ക് സ്നേഹിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ സ്നേഹത്തിന് കളങ്കമുണ്ടാകരുത്, നമ്മുടെ സ്നേഹത്തിന് വെള്ളം ചേർക്കരുത്, നമ്മുടെ സ്നേഹത്തിന് മായമുണ്ടാകരുത്, നമ്മുടെ സ്നേഹത്തിന് ആത്മാർത്ഥത ഉണ്ടാകാം. നമുക്ക് ആത്മാർത്ഥപരമായ എല്ലാത്തിനെയും സ്നേഹിക്കാം. നമുക്ക് തരുന്ന ഉത്തരവാദിത്വങ്ങളെയും, നമുക്ക് തരുന്ന കുടുംബങ്ങളെയും, നമ്മുടെ അമ്മയപ്പന്മാരെയും, നമുക്കുള്ള സകലത്തെയും ആത്മാർത്ഥപരമായിട്ട് നമുക്ക് സ്നേഹിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സ്നേഹം അത് മുൻപോട്ട് കൊണ്ടുപോകും. അപ്രകാരമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു, നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.